നിങ്ങൾക്ക് ലജ്ജയ്ക്കായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് നിങ്ങളുടെ സഭ ഇത്രയും വളർന്നു എന്ന് പറഞ്ഞാൽ വലുതായിട്ട് വളർന്നതാണല്ലോ നിങ്ങളുടെ അവകാശം, ഞാൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല. കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭ ക്രമാതീതമായിട്ടൊക്കെ വളർന്നിട്ടുണ്ട്, വലിയ സഭയാണ്, ധാരാളം പണമുണ്ട്, ലോകത്ത് പല രാജ്യങ്ങളിലും പള്ളികളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടെന്നാ പറയും. അപ്പൊ ഇത്രയും ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സഭാ സമ്മേളനം, പാർലമെന്റ് മുളന്തുരുത്തിയിൽ നിങ്ങൾ ഓഗസ്റ്റിൽ കൂടുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗം ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ, ബ്രസീലിലും ചിലിയിലും അങ്ങനെയൊക്കെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഒക്കെ പുതിയ കൺവേർട്സിനെ കണ്ടുപിടിച്ച് അവര് സഭ സ്ഥാപിക്കുക. അവരൊരു കമ്മ്യൂണിറ്റി ചർച്ച് എന്ന നിലയ്ക്ക് അവിടുന്ന് മാറി. ഇവരുടെ ഏറ്റവും വലിയൊരു വാദം നാഷണൽ ചർച്ചസ് എന്നുള്ള ദേശീയ സഭ, ഇന്ത്യയിലെ ദേശീയ സഭ മറ്റൊരു രാജ്യത്തെ സഭയുടെ കീഴിലല്ല നിൽക്കേണ്ടത്. ഈ വാദമാണ് ഇവർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. തദ്ദേശീയരായ അവയർനെസ് കുറഞ്ഞ ജഡ്ജിമാരെ കൺവിൻസ് ചെയ്തതും ഇൻഫ്ലുവൻസ് ചെയ്തതും ഈ ഒരു ആശയത്തിലാണ്. അത് നമ്മുടെ മരിച്ചുപോയ ഒരു ഉത്സാഹക്കാരൻ എത്രാനുണ്ട്, ഉത്സാഹം എന്നുള്ള അർത്ഥം മക്കാറിയോസ്, ഗ്രീക്കിലും മക്കാറിയോസ് പറഞ്ഞ സന്തോഷവാനാണ്, പുള്ളി സന്തോഷവാനായിരുന്നു. അപ്പോൾ ഈ മക്കാറിയോസിന്റെ ഒരു കുറിപ്പ് മനോരമയിൽ അന്ന് പെയ്ത മഴ പെയ്ത സന്ധിക്കെന്നൊക്കെ പറഞ്ഞൊരു കുറിപ്പ് വന്ന് ഞാൻ ഓർക്കുന്നു, സൺഡേ സപ്ലിമെന്റ്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ മഴയത്ത് കയറി നിന്നു, ഇറയത്ത് നിൽക്കുന്ന ആളെ കണ്ട് അകത്ത് കയറി വരാൻ പറഞ്ഞു. അത് ഈ സഭാ കേസ് കേൾക്കുന്ന ജഡ്ജിയുടെ വീടായിരുന്നു. അങ്ങനെ ജഡ്ജിയെയും ഭാര്യയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് അങ്ങനെയാണ് ഈ സഭാ കേസ് അനുകൂലമാക്കിയെന്നൊക്കെ മക്കാറിയോസിന്റെ ഒരു സാക്ഷ്യമുണ്ട്. പിന്നീട് അതേ ഒരു പുസ്തകത്തിനകത്തും ഈ സാക്ഷ്യം എഴുതിയിരുന്നു. പിന്നീട് ഇത് നാണക്കേടാന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം മുഴുവൻ ഒന്നടങ്കം മേടിച്ച് കഞ്ഞിക്കുഴി ഓർത്തഡോക്സുകാർ കത്തിച്ചു കളഞ്ഞു. അങ്ങനെ പുസ്തകത്തിന്റെ പ്രതികൾ ഇന്ന് വളരെ വിരളമാണ്, ഫ്യൂ കോപ്പീസ് മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ അവർ നശിപ്പിച്ചു. അത് ആർക്കെങ്കിലും കയ്യിൽ ആ പുസ്തകത്തിന്റെ കോപ്പി ഉണ്ടെങ്കിൽ അതൊരു വിലപ്പെട്ട സാധനമാണ്, അത് കീപ്പ് ചെയ്യുക, കാരണം റയർ പീസാണ്. അപ്പോ അങ്ങനെ വന്നപ്പോ ഈ തദ്ദേശീയരായ ജഡ്ജിമാരെ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ ഒരു കാര്യം പറഞ്ഞു, ദേശീയവാദം ഉന്നയിച്ച്. പ്രത്യേകിച്ച് ഇപ്പൊ BJP ഭരണമൊക്കെ വന്നിരിക്കുന്നുണ്ട്. RSSന്റെ നേതാവ് കൈയടിച്ചെന്നാണ് ബോംബെയിലെ കൂറിലോസ് മെത്രാൻ പറഞ്ഞു. പുള്ളിക്കപ്പോ രോമ എഴുന്നേറ്റ് നിന്നാണ്. കാരണം നിങ്ങൾ തദ്ദേശീയ സഭയാണ്, യു ആർ ദ നാഷണൽ ചർച്ച്, നിങ്ങളാണ് ദേശീയ സഭ. അപ്പൊ വിദേശ രാജ്യത്തുള്ള ഒരു നേതൃത്വം ഞങ്ങൾക്കില്ല, അധിനിവേശ പ്രവണതകളെ ഞങ്ങൾ അംഗീകരിക്കില്ല, കോളനിവൽക്കരണത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല. അപ്പൊ അന്ത്യോക്യയിൽ സഭയുടെ കോളനിയായിട്ട് മലങ്കരയിലെ സഭ അധപ്പതിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ന്യായമായ കാര്യമാണ്. ഇപ്പൊ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ സഭ, ഇപ്പൊ അന്ത്യോക്യയിലെ സഭയ്ക്കോ സിറിയയിലെ സഭയ്ക്കോ ഒന്നും കീഴിൽ നിൽക്കേണ്ട ആവശ്യമില്ല, ദേശീയ സഭയാണ്. അപ്പൊ ദേശീയ സഭ എന്ന ഐഡന്റിറ്റിയെ ഉയർത്തിപ്പിടിച്ച് സഭയിൽ കലാപക്കൊടി ഉണ്ടാക്കി വിഘടനവാദം ഉന്നയിച്ച് വിഘടിച്ചു പോയ ഈ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗം ഇപ്പോൾ ചെയ്യുന്ന എന്താണ്? ഇപ്പോൾ അവർക്ക് ലോകം മുഴുവൻ കോളനിയാണ്. അവര് അമേരിക്കയിൽ കോളനി വെച്ചിരിക്കുന്നു, ഓസ്ട്രേലിയയിൽ കോളനി വെച്ചിരിക്കുന്നു, അയർലൻഡിൽ കോളനി വെച്ചിരിക്കുന്നു, ഇംഗ്ലണ്ടിൽ കോളനി വെച്ചിരിക്കുന്നു, കാനഡയിൽ കോളനി വെച്ചിരിക്കുന്നു. അവിടെയുള്ള കോളനികളിൽ നിന്നുള്ള അടിമകളൊക്കെ പ്രതിനിധികളായിട്ട് ഓഗസ്റ്റിൽ വരുന്നു, മഹാസമ്മേളനം എന്ന് പറയുന്നു. അപ്പോ സിംഹാസനം എവിടെയാണ്? ലോകം മുഴുവനുള്ള ഒരു യൂണിവേഴ്സൽ ചർച്ചിന്റെ ആസ്ഥാനം കഞ്ഞിക്കുഴിയാണ്. അപ്പോഴും ഇവർക്ക് അത് തുറന്ന് സമ്മതിക്കാൻ പറ്റുന്നില്ല. അപ്പോഴും അവരെന്ത് ചെയ്യാണ്? 92 വർഷത്തിനിപ്പുറത്തും അവരുടെ ഭരണഘടന പിന്നെ എഴുതുക, ഞങ്ങളുടെ പ്രധാന അധ്യക്ഷൻ എവിടെയാണ്? അന്ത്യോക്യ സിംഹാസനം. അപ്പൊ ഇതൊരു ഇരട്ടത്താപ്പ് എന്നുള്ള വാക്കൊന്നും അത്ര പോരാ. എങ്കിലും ഒരു സൗകര്യത്തിന് ഞാൻ പറയുകയാണ്. അപ്പൊ ഈ ഇരട്ടത്താപ്പ് അവസാനിക്കണം. ഈ 2026 ഓഗസ്റ്റിൽ മുളന്തുരുത്തിയിൽ കൂടുന്ന ആ മീറ്റിങ്ങിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനതാ പറഞ്ഞു, ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഇത് ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് പാസ്സാക്കണം. നമ്മൾ ഈ അപമാനം അവസാനിപ്പിക്കണം. കാരണം എന്താ? ഇത് വട്ടശ്ശേരിയിൽ ദിവന്നാസിയോസ് അന്ന് പറഞ്ഞു, ഇത് അങ്ങനെയാണ്, അത് ഞാൻ അംഗീകരിക്കും. പക്ഷെ അന്നത്തെ സ്ഥിതിയല്ല ഇത്. വട്ടശ്ശേരി ദിവന്നാസിയോസിന്റെ കാലം കഴിഞ്ഞു. കൊടുവൂരാറ്റിൽ കൂടെ വെള്ളം എത്ര ഒഴുകിപ്പോയി, മീനച്ചിലാറ്റിൽ കൂടെ എത്ര കാലം വെള്ളം ഒഴുകിപ്പോയി, 92 വർഷം കഴിഞ്ഞു, എത്ര വെള്ളപ്പൊക്കം കഴിഞ്ഞു. നമുക്കിനിയെങ്കിലും ഈ അപമാനം മാറ്റണം. എല്ലാത്തിൻ്റെയും തുടക്കം മുളന്തുരുത്തിയിലായിരുന്നു, അപ്പൊ അവസാനിക്കുന്നു അവിടെ തന്നെ ആട്ടെ. പത്രോസ് തൃതീയം പാത്രക്കിസുവാകുന്ന മുളന്തുരുത്തി സുന്നോദോസ് കൂടിയിട്ടാണ് ഈ മലങ്കര കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കി. ആ കുഴപ്പങ്ങൾ വേരോടെ പറിച്ചു നീക്കുന്ന ഒരു സുദിനമായി ഈ മുളന്തുരുത്തി സുന്നോദോസ് മാറട്ടെ. ഇന്ത്യൻ ഓർത്തഡോക്സിലെ കൊച്ചുപിച്ചടക്കം കാതോലിക്ക മുതൽ കപ്പിയാര് വരെയുള്ള മുഴുവൻ കുപ്പായ സ്ഥാനികളെയും
അഡ്രസ് ചെയ്ത് ഞാൻ പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ഈ അപമാനം മാറ്റണം. ഭാവി തലമുറയ്ക്ക് ഈ അപമാനത്തിന്റെ കറ നിങ്ങൾ കൈമാറരുത്. നിങ്ങൾ നിങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് അത് നീക്കണം. അതിനുള്ള ഫോറമാണ് ഈ കൂടുന്നത്. ഈ അസോസിയേഷനിൽ ശബ്ദ വോട്ടോടെ അത് പാസ്സാക്കണം. ഈ അപമാനത്തിന്റെ അടയാളപ്പെടുത്തൽ, ഈ അടിമത്തത്തിന്റെ മുഖം, അത് നമ്മുടെ ഭരണഘടനയിൽ ഇനി വേണ്ട. ഇത് ദൈവത്താൽ സ്ഥാപിതമായ സഭയാണ്. ഇത് തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായ സഭയാണ്. ഇത് ശ്ലൈഹികമായ ഒരു സഭയാണ് എന്ന് നിങ്ങളുടെ മെത്രാന്മാർ നിരന്തരം, മെത്രാന്മാരും കൂലിത്തൊഴിലാളികളും നിരന്തരം പറയുന്ന വാക്കുകൾക്ക് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ നിങ്ങൾ അത് ഈ ഓഗസ്റ്റിൽ സ്ഥാപിക്കണം, തെളിയിക്കണം. ഇതൊരു ചലഞ്ചാണ്. നിങ്ങൾ ഈ ഓഗസ്റ്റിൽ കൂടുന്ന മഹാസമ്മേളനത്തിൽ, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ലോകം മുഴുവൻ സഭകളുണ്ട്, ലോകത്തു നിന്ന് മുഴുവൻ പ്രതിനിധികൾ വരുന്നുണ്ട്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കഞ്ഞിക്കുഴിയാണ്. ആ കഞ്ഞിക്കുഴി സഭ ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കാനുള്ള ആർജവം കാണിക്കണം. ഈ സഭ ദൈവത്താൽ സ്ഥാപിതമാണെന്നും തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമാണെന്നും ഈ സഭ സ്വതന്ത്രമാണെന്നും ഈ സഭ സ്വയം പരമാധികാരമുള്ളതാണെന്നും സ്വയം ശീർഷക സഭയാണെന്നും ഓട്ടോസിഫാലസ് ചർച്ച് ആണെന്നും ഞങ്ങളുടെ ശിരസ് ഞങ്ങൾ തന്നെയാണെന്നും ഞങ്ങൾക്ക് വെറ്റെങ്ങും ബ്രാഞ്ചുകളില്ല, ബ്രാഞ്ചുണ്ട്, ഞങ്ങൾക്ക് വെറ്റൊന്നും തലയാളന്മാരില്ല, ഞങ്ങളുടെ മുകളിൽ ആരുമില്ല, ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ തന്നെയല്ല തലയ്ക്കുള്ളിലും ഒന്നുമില്ല എന്നൊക്കെ ഒന്ന് പ്രഖ്യാപിക്കും. ഓഗസ്റ്റില് 92 വർഷമായി നടക്കുന്ന ഒരു ചതിയുടെ ചരിത്രമാണ് ഞാനീ പറയുന്നത്. 92 വർഷമായി ഈ ചതി. അതുപോലെ തന്നെ ഈ ലിറ്റർജി, അത് നമ്മൾ പലപ്പോഴും പറയുന്ന, ഇന്നലെ ഞാൻ കണ്ടു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മനോഹരമായ വിവാഹ ഗീതം കേൾക്കൂ. 8ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പരിശുദ്ധ സുറിയാനി സഭയിലെ എഡേസയിലെ യാക്കോബ് എന്ന പിതാവ് തന്റെ പ്രാർത്ഥനയുടെ തീച്ചുളയിൽ അദ്ദേഹം രൂപപ്പെടുത്തിയ പാട്ടുകളും ക്രമങ്ങളുമാണ് സുറിയാനി സഭ വിവാഹത്തിന് ഉപയോഗിക്കുന്നത്. ഇത് 934 കഞ്ഞിക്കുഴി കൂട്ടം ഇരുന്നിട്ട് പറയാം, ഞങ്ങളുടെ മനോഹരമായ ഗീതം കേൾക്കൂ. എന്ത്, എവിടെ? 4ാം നൂറ്റാണ്ടിൽ എഡേസയിൽ മാർ അപ്രേം എഴുതിയതും 5ാം നൂറ്റാണ്ടിൽ സേവേറിയോസ് ബാവ എഴുതിയതും സെറൂഗിലെ യാക്കോബ് എഴുതിയതും, അങ്ങനെ സുറിയാനി പിതാക്കന്മാരുടെ ഗീതങ്ങളും പ്രാർത്ഥനകളും ക്രമങ്ങളും എല്ലാം അപഹരിച്ച് ഇതൊക്കെ ഞങ്ങളുടെ. ഇനിയിപ്പോ അതെല്ലാം പോട്ടെ, നിങ്ങൾ ക്രമങ്ങൾ ഉപയോഗിക്കുന്ന അത് ഉപയോഗിക്കേ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം, ഓൺ ബിഹാഫ് ഓഫ് ദ ഹോളി ത്രോൺ ഓഫ് ആന്റിയോക്ക്, ഐ പ്ലീഡ് യു, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ആ സിംഹാസനത്തെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണം. നിങ്ങൾ ഇത്രയൊക്കെ വളർന്നല്ലോ, എടാ ഇനിയെങ്കിലും ഒന്ന് ഒഴിവാക്ക്. നിങ്ങൾ ഇത്രയൊക്കെ ആയി, ലോകം മുഴുവൻ സഭകളായി, ലോകത്തിൽ നിന്ന് മുഴുവൻ പ്രതിനിധികളായി, ബ്രസീലിൽ മിഷനായി, ചിലിയിൽ മിഷനായി, നിങ്ങൾക്ക് ലോകത്ത് സായിപ്പുമാരെയും മെക്സിക്കന്മാരെയും സ്പാനിഷുകാരെയും ചൈനക്കാരെയും വരെ മാമോയിസ കൊടുത്ത് സഭയിൽ ചേർക്കാൻ മാത്രം നിങ്ങൾക്ക് കെൽപ്പായി, ത്രാണിയായി, പ്രാപ്തിയായി, ശേഷിയായി, ശേമുഷിയായി, ഇതെല്ലാമായി. അങ്ങനെ ആയെങ്കിൽ നിങ്ങൾ ആ സത്യം ഇനി ലോകത്തോട് പറയണം, ഞങ്ങൾ സ്വതന്ത്ര പരമാധികാര സ്വയം ശീർഷക സഭയാണ്. ഇത് പ്രഖ്യാപിക്കാൻ ഈ ഓഗസ്റ്റിൽ 3ാം മത്തായിക്ക് നേതൃത്വത്തിൽ നടക്കുന്ന ഈ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭയുടെ കൗൺസിൽ മീറ്റിങ്ങിന്, അതിന് അസോസിയേഷന് കഴിവുണ്ടോ? ഇത് കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്ക മുതൽ കപ്പ്യാരി വരെയുള്ള മുഴുവൻ ആളുകൾക്കുള്ള ഓപ്പൺ ചെക്കാണ്. മനസ്സിലായോ? ഓപ്പൺ ചെക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെസ് കളിക്കുമ്പോൾ സാധനം പൊക്കും അറിയാം വിവരം. നീ ഒന്ന് പൊക്ക്, ദിസ് ഇസ് എ ചെക്ക്. ഞാൻ ചെക്ക് എന്ന് പറയുന്നുള്ളൂ, ചെക്ക് മേറ്റ് ആണ്. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ പാസ്സാക്ക്. കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭയിലെ ഓരോ വ്യക്തിയുടെയും, ഇപ്പോൾ ജനിച്ചു വീണിരിക്കുന്ന ശിശുക്കളുടെയും മാമോദിസ കാത്തു കഴിയുന്ന കുഞ്ഞുങ്ങളുടെയും ഇനി സ്ത്രീകളുടെ വയറ്റി കിടക്കുന്ന ഗർഭസ്ഥ ശിശുക്കളുടെയും ആത്മാഭിമാനത്തിന് നേരെയാണ് ഈ മൊന വരുന്നത്. കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭയിലെ ഓരോ വ്യക്തികളുടെയും ആത്മാഭിമാനത്തെ പരസ്യമായി വേണ്ട ഈ സോഷ്യൽ മീഡിയയിൽ തൂക്കി വിൽക്കുകയാണ്. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ അത് മാറ്റി. നീയൊക്കെ എന്തിനാണ് അസോസിയേഷൻ കൂടുന്നത്? അസോസിയേഷൻ കൂടുന്നു എന്ത്? ലജ്ജ, ഷെയിം. എന്ത് അസോസിയേഷനാണ് നിങ്ങൾ കൂടുന്നത്? നിങ്ങളുടെ സഭ സ്വതന്ത്ര സഭയാണെങ്കിൽ, നിങ്ങളുടെ സഭ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിലല്ലെങ്കിൽ ആ ക്ലോസ് എടുത്ത് മാറ്റ്, ഭരണഘടന മാറ്റ്. അത് കൈയടിച്ച് ശബ്ദവോട്ടോടെ പാസ്സാക്കല്ല. ആരും അവിടെ എതിര് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു സിംഗിൾ പേഴ്സൺ പോലും. കാരണം നിങ്ങൾ നിരന്തരം പറഞ്ഞത്, കഴിഞ്ഞ 90 വർഷമായിട്ട് നിങ്ങൾ പറഞ്ഞത്, ആവർത്തിച്ചുറപ്പിച്ച് നമ്മൾ സ്വതന്ത്രം, പ്രത്യേകിച്ച് 1974 തൊട്ട് 1974 തൊട്ട്, അപ്പൊ 52 വർഷം. കഴിഞ്ഞ 52 വർഷം, 92 പോട്ടെ, 40 പോയി, 52 വർഷമായിട്ട് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാണ് നിങ്ങൾ സ്വതന്ത്ര പരമാധികാര സിംഹാസനമാണെന്ന്. 52 വർഷം നിങ്ങളുടെ അവകാശവാദങ്ങൾ, 52 വർഷത്തെ നിങ്ങളുടെ നുണപ്രചരണങ്ങൾ, 52 വർഷം നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത് തെളിയിക്കുവാൻ സമൂഹത്തിന്റെ മുമ്പിൽ സത്യത്തിന്റെ നീർച്ചാലിൽ മുങ്ങിക്കുളിച്ച് ഒരു ദേഹശുദ്ധി വരുത്താനുള്ള അവസരമാണ് ഈ ഓഗസ്റ്റ് മാസത്തെ അസോസിയേഷൻ. അപ്പൊ ഈ ഓഗസ്റ്റ് മാസത്തിലെ അസോസിയേഷൻ
നിങ്ങൾക്ക് അഗ്നിശുദ്ധി വരുത്തുവോ, ദേഹശുദ്ധി വരുത്തുവോ, പിന്നെ ഉദ്ദേശശുദ്ധി വരുത്തുവോ, സ്വഭാവശുദ്ധി വരുത്തുവോ, വ്യക്തിശുദ്ധി വരുത്തുവോ, എന്ത് ശുദ്ധിയാലും കുഴപ്പമില്ല. ഏതായാലും നിങ്ങളെ എല്ലാം വിശുദ്ധീകരിക്കും. പൂർവ്വകാല പ്രാബല്യത്തോടെ നിങ്ങളുടെ വട്ടശ്ശേരിയെ വിശുദ്ധനായിട്ട് ഞാനും അംഗീകരിക്കും. കാരണം മക്കളാണ് പൂർവികരെ വിശുദ്ധരാക്കുന്നത്. അതറിയത്തില്ലേ? മക്കൾക്ക് പൂർവികരെ വിശുദ്ധരാക്കാൻ പറ്റും. മക്കൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല നിലയിലൊക്കെ ആകുമ്പം അറിയാതെ അപ്പനെ ആളുകൾ സ്മരിക്കും. അപ്പം മോശമാണെങ്കിലും അങ്ങനെയുണ്ട്. തിരിച്ചുകൊണ്ട് നെഗറ്റീവായിട്ടുമുണ്ട്. മനസ്സിലായി? മക്കളെ അപ്പനെ പറയിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ തിരുത്തിയാൽ വട്ടശ്ശേരി പോലും വിശുദ്ധനാണെന്ന് ഞാനും ഇരുന്ന് പറയാൻ തുടങ്ങും. കാരണം എന്ത് നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ മക്കൾ. ഇത് നോക്കി തന്തയ്ക്ക് ഉറക്കുന്ന സ്വഭാവം കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് ചെയ്യണം. നിങ്ങൾ ഇത്രയും വലിയ സഭയാണെന്നും ലോക പാർലമെന്റ് ആണെന്നും സ്വതന്ത്ര സഭയാണെന്നും പരമാധികാര സഭയാണെന്നും സ്വയം ശീർഷക സഭയാണെന്നും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ നാണമില്ല അന്ത്യോക്യ പാത്രിക്കീസും അന്ത്യോക്യ സിംഹാസനവും വെച്ചോണ്ടിരിക്കുന്ന എടുത്ത് കളയടേ. അത് കളയാൻ ഈ 2026 ഓഗസ്റ്റ് മാസത്തിൽ കൂടുന്ന മഹായോഗത്തിന് അധികാരമില്ലേ? കഴിവില്ലേ? നിങ്ങൾ എന്താ കളയാത്തെ? ഇത് ലോകം മനസ്സിലാക്കണം, പൊതുസമൂഹം മനസ്സിലാക്കണം. വഞ്ചനയുടെ കഥ കഴിഞ്ഞ 92 വർഷമായി ഈ കഞ്ഞിക്കുഴി മനോരമ സംഘം നടത്തുന്ന ചതിയുടെയും വഞ്ചനയുടെയും കൊള്ളയുടെയും തെളിവാണത്. പരിശുദ്ധ സുറിയാനി സഭയുടെ സ്വത്തുക്കളും പള്ളികളും പുരാതന സുറിയാനി കുടുംബങ്ങളിൽ മരിച്ച് യഥാക്രമം അടക്കപ്പെട്ട പിതാക്കന്മാരുടെ അസ്ഥികൾ ഉറങ്ങുന്ന കബറിടങ്ങളും അപഹരിക്കുന്ന ഒരു വലിയ കൊള്ള സംഘത്തിന്റെ കഥ. അതല്ലേ ഇവിടെ നടക്കുന്നത്. ഇനി ഞാൻ ഈ ആരോപിക്കുന്നതൊക്കെ വളരെ മോശമാണ്. ഞാൻ പറയാം, ഈ ആരോപണങ്ങളെല്ലാം അവസാനിപ്പിക്കുവാനും നിങ്ങൾക്ക് ശുദ്ധി വരുത്തുവാനുമുള്ള അസുലഭ അവസരമാണ് ഈ ഓഗസ്റ്റ് മാസത്തിലെ സുന്നോദോസ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ സാധാരണ എൻ്റെ ലൈവ് ഷെയർ ചെയ്യാൻ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ പക്ഷേ ഈ ലൈവ് ഷെയർ ചെയ്യണം. ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഇന്ത്യൻ ഓർത്തഡോക്സിലെ ഒരു മെമ്പറാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ പള്ളിക്കാർക്കും കമ്മിറ്റിക്കാർക്കും ഒക്കെ കൊടുക്കും. നമുക്കിതൊന്ന് ആലോചിച്ചാൽ അപ്പൊ അവരുടെ ഉദ്ദേശത്തെ അറിയാം. അപ്പൊ നിങ്ങൾ നിൽക്കുന്ന കള്ളന്മാരുടെ കൂടെയും വഞ്ചകന്മാരുടെ കൂടെയും ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഇയാൾ ഇരുന്ന് പറയുന്നു നമുക്കത് ചെയ്താൽ നമ്മുടെ ഇത് സ്വയം ശീർഷക സഭയാണോ അച്ഛാ? ചോദിക്കണം. അല്ലാതെ ഈ ഞായറാഴ്ച മീൻകറി കൂട്ടി ഊണ് കൊടുത്താൽ മാത്രം ചോദിക്കണം, അച്ഛാ നമ്മുടെ സ്വയം ശീർഷക സഭയാണോ? അങ്ങനെയാണ് പിന്നെ അന്ത്യോക്യയിലെ ഒക്കെ നമുക്ക് മാറ്റിവെച്ച് നമ്മുടെ ഭരണഘടന ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ? അതിനുള്ള അസുലഭ അവസരമല്ലേ ഓഗസ്റ്റിൽ വരുന്നത്. ഈ ഓഗസ്റ്റിൽ നിങ്ങളത് പാസ്സാക്കണം. അപ്പോൾ ഒരു പ്രഷർ ഉണ്ടാകണം, പൊതു സമൂഹത്തിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകണം. നിങ്ങളുടെ വിശ്വാസികൾ പറ, ഒന്നുകിൽ പരിശുദ്ധ അന്ത്യോക്യ പാത്രിക്കീസ് അല്ല നമ്മുടെ അധ്യക്ഷൻ, അങ്ങനെ ഇല്ല, നമുക്കൊരൊറ്റ അധ്യക്ഷനേ ഉള്ളൂ, അത് മത്തായി മൂന്നാമനാണ്, മത്തായി മൂന്നാമൻ മാത്രമാണ്, അല്ലെ പിന്നെ വേറെ ആരും വരുന്നത്. കഞ്ഞിക്കുഴിയാണ് നമ്മുടെ ആസ്ഥാനം, മത്തായിയാണ് നമ്മുടെ നേതാവ്, അതിനപ്പുറത്ത് നമുക്കൊന്നുമില്ല. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ഈ കഞ്ഞിക്കുഴി ഓർത്തഡോക്സിലെ ഓരോ വ്യക്തികളെയും തന്തയ്ക്ക് പറന്നവന്മാർ എന്ന് മൺറാട്ടുകാരൻ ഷിബു പീഴേക്കൽ വിളിക്കും. ഒരു കഞ്ഞിക്കുഴി ഓർത്തഡോക്സുകാരൻ പോകുമ്പോൾ എത്ര കൊച്ചുകുട്ടി ആയിക്കോട്ടെ, എത്ര ദരിദ്രനോ പ്രസക്തി ഇല്ലാത്തവനായിക്കോട്ടെ, കഞ്ഞിക്കുഴി ഓർത്തഡോക്സിലെ ഏറ്റവും ചെറിയൊരു മെമ്പറെ പോലും കാണുമ്പോൾ സത്യമായി ഞാൻ ആവർത്തിച്ചാണയിട്ട് നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞാൻ എഴുന്നേറ്റ് നിൽക്കും, ബഹുമാനിക്കും, മുണ്ടഴിച്ചിടും, തലക്കെട്ടുണ്ട് അതഴിച്ചിടും, അത് വേണേ അര കെട്ട് ഞാൻ നിൽക്കും, ബഹുമാനിക്കും. അത് നിങ്ങൾ ഞാൻ സമ്മതിക്കില്ല, ഞാൻ ബഹുമാനിക്കും. പക്ഷെ ഇത് പാസ്സാക്കണം. ഇങ്ങനെ പാസ്സാക്കിയാൽ ഞാൻ ബഹുമാനിക്കും. ഞാൻ മാത്രമല്ല, യാക്കോക്കാരെല്ലാം ബഹുമാനിക്കും. ഇപ്പൊ തൽക്കാലം ഞാൻ പറഞ്ഞു യാക്കോക്കാരൊക്കെ ബഹുമാനിക്കും. അവര് ഞാൻ പറയടാ പോയി നമുക്കൊന്ന് ബഹുമാനിക്കണം. ആരാ എതിർക്കുന്നത്? യാക്കോക്കാരും എല്ലാവരും എഴുന്നേക്കും. ജോസഫ് ആവ വരെ എഴുന്നേക്കും. ഞാൻ പറഞ്ഞ് എഴുന്നേപ്പിക്കാം, എഴുന്നേക്കും, എഴുന്നേറ്റ്. കാരണം നിങ്ങൾ തന്തയ്ക്ക് പറഞ്ഞവനെ കാണുമ്പോൾ എഴുന്നേറ്റ് തൊഴണ്ടേ? എഴുന്നേക്കും. ഞങ്ങളെല്ലാം എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കും. എന്റെ പൊന്നോ, ദേ തന്തയ്ക്ക് പറഞ്ഞു വരുത്തുന്നത് വേണ്ടേ? അത് വേണ്ടേ? നമുക്ക് അങ്ങനെ തെളിയിക്കണ്ടേ? അത് തെളിയിക്കാനുള്ള അവസരമാണ്. അത് ഉപയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ ചുരുക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒത്തിരി തമാശകളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. അപ്പൊ പിന്നെ അങ്ങനെ ആട്ടെ. താങ്ക് യു ഫോർ ലിസണിങ് ആസ് യൂഷ്വൽ. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു.